കോഴിക്കോട് നേരത്തെ നമ്മൾ പറഞ്ഞു, കുറ്റിച്ചിറ കുളത്തിൽ നീന്തൽ പരിശീലനത്തിനിടെ ഒരു കുട്ടി മുങ്ങി മരിച്ചു. 17 വയസ്സുള്ള ഇഹിയ എന്നുള്ള കുട്ടിയാണ് മുങ്ങി മരിച്ചത്. +1 വിദ്യാർത്ഥിയാണെന്ന് അറിയാൻ കഴിയുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് കുട്ടിയെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റി, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. മിഥില, ഞാൻ ചോദിച്ചത് ഈ പറയുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ, സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നീന്തൽ പരിശീലനത്തിനിടയിൽ. അതിനിടയിൽ എങ്ങനെയാണ് ഒരു കുട്ടി മുങ്ങിപ്പോയത് മിഥില? ആഷ്മി, രാവിലെ 9:20 ഈ ഒരു സംഭവം ഉണ്ടായത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന നീന്തൽ പരിശീലകൻ കൂടിയായ ഒരു വ്യക്തി എനിക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നീന്തുന്നതിനിടയിൽ മുങ്ങിപ്പോവുകയായിരുന്നോ? നീന്ത അറിയുന്ന ആളാണ്. അപ്പോൾ നീന്ത അറിയുന്ന ആൾ ഈ ഭാഗം ഇങ്ങേ തലയിൽ നിന്ന് അങ്ങേ തലയിലേക്ക് നീങ്ങുന്ന സമയത്ത് അവിടെ കയറി നിൽക്കാൻ അവർക്ക് അവിടെ പടികളൊന്നുമില്ല. ആ അങ്ങേ ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പോൾ ആ പിടുത്തം കിട്ടാൻ മസിൽ കയറിയതോ മറ്റോ എന്തോ ആണ്. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതാണ്. കാരണം കുളത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഇവിടെ ഒരു സേഫ്റ്റി ഒന്നുമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് വെള്ളം കൂടിയ സമയമാണ്. അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഈ ഞായറാഴ്ചകളിൽ നീന്തൽ പഠിക്കാനെത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പം അത്തരം ഒരു കുളത്തിൽ ഈ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും ഇല്ലേ? സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുളം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിപ്പോൾ സർക്കാർ എന്ന് പറഞ്ഞാൽ DTPCൻ്റെ അടുത്തും ഒന്നുമല്ല. ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് കോർപ്പറേഷനാണ് കൈകാര്യം ചെയ്യുന്നത്. അവരെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ സേഫ്റ്റി കാര്യത്തിലൊക്കെ പല പ്രാവശ്യം ഇവിടെ പലതും പറഞ്ഞതാണ്. കാരണം ഇവിടെ സംരക്ഷിക്കാൻ സെക്യൂരിറ്റി വേണമെന്നൊക്കെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഈ കുളത്തിലേക്കല്ല, ഈ പടികളും ഈ ചുറ്റുപാട് സംരക്ഷിക്കാൻ തന്നെ പല പ്രാവശ്യം സിവിൽ സ്റ്റേഷനിൽ വന്നവരോടും ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഒരു വകയിലും ഒരു സേഫ്റ്റി മാനദണ്ഡം ഇവിടെ ഇല്ല. ഇപ്പോൾ പ്രത്യേകിച്ച് വെള്ളം കൂടിയ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ നീന്തൽ ക്ലാസ് ആ CSCOൻ്റെ ഭാഗത്ത് ക്ലാസ് എടുക്കും എന്നല്ലാതെ കുളത്തിൽ പല നാലാ ഭാഗത്തു നിന്ന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നോക്കാൻ ഞങ്ങളെ ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഭാഗം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. പക്ഷേ വാസ്തവത്തിൽ ഒരു കുട്ടി ഇവിടെ മരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സങ്കടം ഭയങ്കരമാണ്. ഞാൻ അപ്പം തന്നെ BP ഡൗൺ ആണ്. കാരണം ഞാൻ എൻ്റെ ക്ലാസ് നിർത്തിച്ച് കുട്ടിയോട് കയറാൻ പറഞ്ഞു. ഇപ്പം മെനിയാന്ന് തന്നെ ഇവിടെ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഞാൻ വളരെ ടെൻഷനായിട്ട് എനിക്ക് ഫോൺ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു സേഫ്റ്റി മാനദണ്ഡങ്ങളൊന്നും ഇല്ല. ശരിക്കും ബീച്ചിലൊക്കെ ഉള്ളതുപോലെ നമുക്ക് ആൾ വേണം ഇവിടെ. തീർച്ചയായും ആഷ്മി, ഇതാണ് ഈ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഈ നീന്തൽ കുളത്തിൽ പരിശീലനം നൽകുന്ന ആൾ പറയുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങളില്ല, ഇവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ വേണം. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരുപാട് കുട്ടികൾ നീന്തൽ പരിശീലനത്തിനായി എത്തുന്ന 17-കാരനാണ്, നീന്തൽ അറിയാവുന്ന കുട്ടിയാണെന്ന് പറയുന്നു. പക്ഷേ എത്ര നീന്തൽ അറിയാവുന്ന കുട്ടിയാണെങ്കിലും വെള്ളം കൂടിക്കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡം പാലിക്കാതെ നീന്തുക എന്ന് പറയുന്നത് എത്രത്തോളം സേഫാണ് എന്ന് ഇനിയെങ്കിലും ആലോചിക്കട്ടെ. എന്തായാലും ദാരുണമായി പോയി.